ആപേക്ഷികമായി ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഒരു പക്ഷേ കുറച്ച് പ്രായം ചെന്നവരിലാണ് എങ്കിൽ കൂരവിന് പകരം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഡയബറ്റീസോ ബി.പി.ഒ പ്രയാസോ അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ അവരോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, കൂരവൻ എന്നുള്ളതിന് പകരം ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതലായി അഭികാമ്യമായി വരുന്ന ഓട്സാണ്. കാരണം ഓട്സ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ തീർച്ചയായും ആ ഡ്രൈ സ്കിന്നിന് ഒരു പരിഹാരമായി മാറുന്നു എന്നുള്ളതാണ്. ഓട്സിന് അടങ്ങിയിരിക്കുന്ന സാപ്പോണിൻ എന്ന് പറയുന്ന ഘടകം നമ്മളെ ഒരുപാട് ഒരു പ്രായം കഴിഞ്ഞിട്ട് തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഓട്സിനൊരു പരിഹാരമാണ്. ഓട്ട്മീൽ കൊണ്ട് സാധാരണ ഒരു പേസ്റ്റ് തന്നെ ഉണ്ടാക്കി പുറമെ ഇടുന്ന ഒരു രീതി തന്നെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഓട്സ് സ്ഥിരമായി കഴിക്കുക എന്നുള്ളത്, ഓട്സിന് അതിൻ്റെതായ ത്വക്ക് സംരക്ഷണത്തിന് അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിന് ഓട്സിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നെല്ലിക്കയുടെ രാവിലെയുള്ള ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഓട്സിന്റെ ഉപയോഗം പറഞ്ഞിട്ടുണ്ട്.